നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഒരു ആപ്പിന്റെ പുറകിലാണ്. മറ്റൊന്നുമല്ല, കേരള ബിവറേജസ് കോർപ്പറേഷന്റെ BevQ എന്ന ആപ്പാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. BevQ ആപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യം വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് അപ്പൊ ഈ ആളുകളുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തില് മദ്യത്തിന്റെ വിൽപ്പന തടഞ്ഞു വെച്ചത്. അപ്പൊ ഇത്രയും ദിവസമായി. അപ്പൊ ഇനിയിപ്പോ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആളുകളെല്ലാം ഇടിച്ചു കുത്തിക്കൊണ്ട് അങ്ങ് ചെല്ലും. അത് കാരണമാണ് ഇത്തരത്തിലൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതുവഴി ടോക്കൺ എടുത്ത് പറഞ്ഞ കൃത്യ സമയത്തില് അവിടെ ചെന്നിട്ട് ആ ടോക്കൺ കാണിച്ചിട്ട് മദ്യം വേണ്ടവർക്ക് വാങ്ങിച്ചിട്ട് പോകാം. അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. എല്ലാവർക്കും അറിയാം, BevQ എന്നാണ് ആപ്പിന്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഇന്ന് അത് റിലീസായി. ഒത്തിരി ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്തു, അത് യൂസ് ചെയ്തു, ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കറന്റ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്ലേ സ്റ്റോറിൽ ആ ആപ്പ് ഇല്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കൂടുതൽ പേര് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പൊ കറന്റ് ഞാനിപ്പോ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ആ പ്ലേ സ്റ്റോറിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ആ ആപ്പ് ഇല്ല. അപ്പൊ ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാണ് ആപ്പ്. പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആക്കിയത് ചിലപ്പോൾ അതൊരു താൽക്കാലികമായിട്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരുമായിരിക്കും. എന്തായാലും ഈ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് മദ്യം വാങ്ങാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഇത്തരം ഒരു കാര്യം അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജോലി. ഇതൊക്കെയല്ല, ഓരോ ആപ്പ് പരിചയപ്പെടുത്തുക, ഓരോ പുതിയ ട്രെൻഡിങ് അനുസരിച്ച് ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തുക. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് എടുത്താൽ മതി. ഇതല്ലാതെ നമ്മളൊരിക്കലും മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ ഇതും ഈ വീഡിയോയിൽ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് BevQ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്പിൻ്റെ എക്സ്റ്റേണൽ ഡൗൺലോഡ് ലിങ്കുകളൊക്കെ ഉണ്ട്. ഒരെണ്ണം ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ആപ്പ് BevQ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ദാ ഇങ്ങനെയായിരിക്കും വരുന്നത്. BevQ വെൽക്കം ടു സൈൻ ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇവിടെ നമ്മളുടെ പേര് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, പിൻ കോഡ് കൊടുക്കുക. നമ്മൾ എവിടെയാണെന്നുള്ളത് ആ പിൻ കോഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളതാ 23 വയസ്സിന് മുകളിലാണെന്നുള്ള അത് സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കുക. ഐ എഗ്രി, ഫോൺ നമ്പർ നമ്മളൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് അതും എഗ്രി കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഒരു OTP വരും. നമുക്ക് OTP അയച്ചിട്ടുണ്ട്, ഒരു OTP വരും. ഓക്കെ, ദെൻ OTP വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ OTP കൊടുത്തു കഴിയുമ്പോൾ മേക്ക് എ ബുക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. നമുക്ക് ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ബിവറേജ് ടൈപ്പ് കാണാം. അതിൽ ലിക്വർ ആൻഡ് ബിയർ ആൻഡ് വൈൻ എന്ന് പറഞ്ഞിട്ട് കാണാം. താഴെ നമ്മുടെ പിൻ കോഡും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണോ സെലക്ട് ചെയ്യുക. ദെൻ ബുക്ക് യുവർ ടൈം സ്ലോട്ട് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്നത് കണ്ടില്ലേ, നമ്മുടെ ബുക്കിംഗ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും വരുന്നത്. നമുക്കൊരു QR കോഡ് കാണാൻ പറ്റില്ലേ, ഇതിൽ നമുക്കൊരു QR കോഡ് കാണാൻ പറ്റും. താഴെ നമ്മുടെ പേര്, ഔട്ട്ലെറ്റ് ID, ഔട്ട്ലെറ്റ് ഏതാണ്, പിന്നെ അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റ് ഏതാണ്, ഡേറ്റ്, ടൈമൊക്കെ കാണിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ടൈമിൽ നമ്മൾ ചെല്ലുക. ബിവറേജ് അവിടെ ഏത് സ്ഥലമാണോ പറഞ്ഞിരിക്കുന്ന അവിടെ ഔട്ട്ലെറ്റിൽ ചെല്ലുക, ക്യൂ നിന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ ഊഴം വരുമ്പോൾ ആ കൗണ്ടറിൽ ഈ QR കോഡ് കാണിക്കണമെന്നാണ് പറയുന്നത്. ഈ QR കോഡ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ ബുക്കിംഗ് അനുസരിച്ചുള്ള മദ്യം നമുക്ക് അവിടെ നിന്ന് തരും. നമ്മളവിടെ ക്യാഷ് കൊടുത്തിട്ട് മദ്യമായി തിരിച്ചു വരിക. ഇതാണ് വേണ്ടത്. പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് കൂടുതലായിട്ട് സ്ലോട്ട് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ടോക്കൺ ലഭ്യമല്ല എന്നുള്ളൊരു സ്ക്രീനായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനായിരിക്കും കിട്ടുന്നത്. ഈ ഒരു പ്രാവശ്യം ടോക്കൺ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 5 ദിവസം കഴിഞ്ഞ് മാത്രമേ അടുത്ത ടോക്കൺ എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 3 ലിറ്റർ മദ്യം വരെ ഒരു ടോക്കൺ ഉപയോഗിച്ച് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ
അതുപോലെ ഇത്തരത്തിൽ ടോക്കൺ എടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് മാത്രമേ ഇത്തരത്തിൽ ബുക്ക് ചെയ്ത് ടോക്കൺ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടോക്കൺ എടുത്ത് പോയി ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറ്റുന്നത്. എല്ലാവരും ഇത് കണ്ടിട്ട് ടോക്കൺ എടുത്ത് ഓടിക്കതിച്ച് പോകാൻ നിൽക്കണ്ട. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ആ ഒരു തിരക്കും ഇതൊക്കെ കുറയും. അപ്പോൾ പതുക്കെ പോയാൽ മതി. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതേപോലുള്ള മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.